സംസ്ഥാന വ്യാപകമായി ഡോക്ടർമാർ ഇന്ന് പണിമുടക്കുന്നു. സ്വകാര്യ സർക്കാർ ആശുപത്രികളിൽ OP വിഭാഗം പ്രവർത്തിക്കില്ല. അത്യാഹിത വിഭാഗം മാത്രമായിരിക്കും പ്രവർത്തിക്കുക. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് സമരം. കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിൽ ഡോക്ടറെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് IMAയുടെ സമരം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് റിയാസ് KMR ചേരുന്നു. റിയാസ്, ഡോക്ടർമാർക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു സമരവുമായി ഇപ്പോൾ ഡോക്ടർമാർ മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അൻസില, തീർച്ചയായും IMA പറയുന്നത് ഡോക്ടർമാർക്കെതിരെയും ആശുപത്രികൾക്കെതിരെയും നിരന്തരം അതിക്രമങ്ങൾ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം കേരളത്തിലുണ്ട്. അതിന്റെ സാഹചര്യത്തിലാണ് ഇന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലൊരു പണിമുടക്ക് സമരം തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങിയ സമരം വൈകിട്ട് 6 മണിക്കാണ് അവസാനിക്കുക. ആ സമരം ഇപ്പോൾ സ്വകാര്യ സർക്കാർ ആശുപത്രികളിൽ തുടരുകയാണ്. ഒരു ആശുപത്രിയിലെയും OP വിഭാഗം പ്രവർത്തിക്കുന്നില്ല. അത്യാഹിത വിഭാഗം മാത്രമേ ഇപ്പോൾ പ്രവർത്തിക്കുന്നുള്ളൂ. ഇതിന്റെ പ്രധാന കാരണമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കുന്നത് കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിലെ ഡോക്ടറെ ആക്രമിച്ച മുഴുവൻ പ്രതികളെയും പോലീസ് പിടികൂടിയിട്ടില്ല. ഒപ്പം തന്നെ നേരത്തെ ആൻസില സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡോക്ടർമാർക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഈ സംഭവത്തിൽ നടപടി വേണം. ആരോഗ്യ സംരക്ഷണ നിയമം കൂടുതൽ കർശനമായി നടപ്പിലാക്കണം എന്ന് അവർ പറയുന്നു. മാത്രമല്ല, ഈ സ്വകാര്യ സർക്കാർ ആശുപത്രികളിൽ ഇന്ന് പണിമുടക്കിന്റെ ഭാഗമായി OP വിഭാഗം പ്രവർത്തിക്കുന്നില്ല. ഒപ്പം തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ നടത്തുന്നില്ല. അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമാണ് നടത്തുന്നത്. ദന്തൽ ക്ലിനിക്കുകളും പ്രവർത്തിക്കുന്നില്ല. കാരണം IMAയുടെ സമരമാണെങ്കിൽ കൂടിയും ഇതിന് ഇന്ത്യൻ ദന്തൽ അസോസിയേഷനും പിന്തുണ നൽകിയിട്ടുണ്ട്. സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ അത്യാഹിത വിഭാഗവും അടിയന്തര ശസ്ത്രക്രിയ വിഭാഗവും മാത്രമേ നിലവിൽ പ്രവർത്തിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഫലത്തിൽ ഇന്നത്തെ ഈ ഡോക്ടർമാരുടെ ഒരു സമരം വലിയ ദുരിതമാണ് രോഗികളെ സംബന്ധിച്ച് സമ്മാനിക്കുന്നത് എന്നുള്ളതും പറയാതിരിക്കാൻ വയ്യ. ഈ സമരത്തിന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് ഡോക്ടർമാരുടെ മറ്റ് സംഘടനകളുടെ പിന്തുണയുമുണ്ട്. കേരള ഗവൺമെന്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ ടീച്ചേഴ്സ് അസോസിയേഷന്റെയും കേരള ഗവൺമെന്റ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് അസോസിയേഷന്റെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ദന്തൽ അസോസിയേഷന്റെയും പിന്തുണ ഈ സമരത്തിനുണ്ട്. ഈ സമരത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ഒപ്പം തന്നെ സംസ്ഥാന തലത്തിലുള്ള ഒരു പ്രതിഷേധവും ഒപ്പം തന്നെ മറ്റു ജില്ലാ കേന്ദ്രങ്ങളിൽ കോഴിക്കോട് ഉൾപ്പെടെയുള്ള ഈ സംഭവത്തിന് നിദാനമായ കോഴിക്കോട് ഉൾപ്പെടെയുള്ള മറ്റു ജില്ലാ കേന്ദ്രങ്ങളിൽ IMAയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ ധർണ നടക്കും. കോഴിക്കോട് ജില്ലയിൽ രാവിലെ 9:30-നും തിരുവനന്തപുരത്ത് 10:30-നുമായാണ് സമയം അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഡോക്ടർമാർ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് ഫാത്തിമ ആശുപത്രിയിലെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ കേസെടുത്തിരുന്ന നടക്കാവ് പോലീസ് നേരത്തെ തന്നെ ഈ 6 പേർക്കെതിരെ കേസെടുത്തിരുന്നു. ആ കേസെടുത്തതിൽ 3 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽ 2 പേർ അക്രമത്തിൽ നേരിട്ട് പങ്കുള്ളവരാണ് എന്ന് പോലീസ് വിലയിരുത്തുന്നു. മറ്റ് 4 പേർക്ക് അക്രമവുമായി നേരിട്ട് ബന്ധമില്ലെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള നിഗമനം. അതിനിടെയാണ് ഡോക്ടർമാർ തുടർച്ചയായ സമരങ്ങളുമായി സംസ്ഥാനത്ത് മുന്നോട്ട് പോകുന്നത്. ആൻസില, വ്യക്തമാണ് റിയാസ്. സംസ്ഥാന വ്യാപകമായ ഡോക്ടർമാർ ഇന്ന് പണിമുടക്കുകയാണ്. സ്വകാര്യ സർക്കാർ ആശുപത്രികളിലെ OP വിഭാഗങ്ങൾ ഇന്ന് പ്രവർത്തിക്കില്ല. അത്യാഹിത വിഭാഗവും അടിയന്തര ശസ്ത്രക്രിയ വിഭാഗവും മാത്രമായിരിക്കും പ്രവർത്തിക്കുക. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് സമരം. സംസ്ഥാനത്ത് തുടർച്ചയായി ഡോക്ടർമാർക്കെതിരെയും ആശുപത്രികൾക്കെതിരെയും വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് IMAയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു സമരം. റിയാസ് KMR ആണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.